കേരള പോലീസിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ് 2005 ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. നിരപരാധിയായ ഒരു വ്യക്തിക്ക് പോലീസ് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്ന ക്രൂരതയുടെയും പിന്നീട് നീതിക്കായി നടന്ന വർഷങ്ങൾ നീണ്ട പോരാട്ടവുമാണ് ഈ കേസിനെ ശ്രദ്ധേയമാക്കുന്നത്. ഈ സംഭവം പോലീസ് ഉദ്യോഗസ്ഥരായ ചില വ്യക്തികളുടെ അധികാര ദുർവിനിയോഗവും നീതി നിഷേധവും എത്രത്തോളം ഭീകരമാക്കാം എന്നതിന്റെ ഉദാഹരണമാണ്. ആരാണ് ഉദയകുമാർ? എന്താണ് അയാൾക്ക് സംഭവിച്ചത്? തിരുവനന്തപുരം ഫോർട്ട് പ്രദേശത്ത് ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിയിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഉദയകുമാർ. 2005 സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെയാണ് ഉദയകുമാറിന്റെ ജീവിതം വഴിമാറി ഒഴുകിയത്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിന് സമീപത്ത് നിന്ന് അന്നത്തെ ഫോർട്ട് CI ആയിരുന്ന EK സാബുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സ്ക്വാഡാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. യാതൊരു കേസും അദ്ദേഹത്തിനെതിരെ അപ്പോൾ ചാർജ് ചെയ്തിരുന്നില്ല. ഇത് കസ്റ്റഡി നടപടിയുടെ ആദ്യത്തെ നിയമലംഘനമായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെ കൊടും ക്രൂരതയായിരുന്നു കാണേണ്ടിയിരുന്നത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഉദയകുമാറിന് അതിഭീകരമായ 3ാം മുറയാണ് നേരിടേണ്ടി വന്നത്. പോലീസുകാരനായ ജിതകുമാർ, ശ്രീകുമാർ, സോമൻ എന്നിവർ ചേർന്നാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് മർദ്ദനം. ഉദയകുമാറിന്റെ തുടയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചു. ഉരുട്ടൽ എന്ന പീഡനമാണിത്. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ദേഹത്ത് കയറി ഉരുട്ടുന്ന ഉരുട്ടൽ എന്ന അതിക്രൂരമായ പീഡന മുറയാണ് ഇവർ പ്രയോഗിച്ചത്. തുടയിലെ പേശികൾക്കും എല്ലുകൾക്കും മാരകമായ ക്ഷതമുണ്ടാകാൻ ഇത് കാരണമാക്കി. പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് മരണമായിരുന്നു. ഈ കൊടും ക്രൂരത, ഈ കൊടും പീഡനം കാരണം ഉദയകുമാർ അതേ ദിവസം രാത്രി 8 മണിയോടെ മരണപ്പെട്ടു. പിന്നീട് ഉണ്ടായിരുന്നത് തെളിവ് നശിപ്പിക്കുക എന്ന ഘട്ടമായിരുന്നു. തെളിവ് നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ മറവിൽ ഉദയകുമാർ കസ്റ്റഡിയിൽ മരിച്ചതോടെ സംഭവം പുറത്തറിയിക്കാതിരിക്കാൻ പോലീസുകാരെ രക്ഷിക്കാനുമുള്ള വൻ ഗൂഢാലോചന നടന്നു. അന്നത്തെ ഫോർട്ട് CI EK സാബു, SI അജിത് കുമാർ എന്നിവരായിരുന്നു ഈ ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ. ACP TK ഹരിദാസും ഇതിൽ പങ്കാളിയായിരുന്നു. അടുത്ത ഘട്ടം വ്യാജ FIR ഉണ്ടാക്കുക എന്നതായിരുന്നു. അവരുടെ പ്രാഥമിക വിവര റിപ്പോർട്ട്. ഉദയകുമാർ മോഷണ കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ഒരു വ്യാജ FIR ഉണ്ടാക്കി. ASI രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഹീരാലാലും ചേർന്നാണ് ഈ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നേരത്തെ തയ്യാറാക്കിയ യഥാർത്ഥ റിപ്പോർട്ട് നശിപ്പിച്ചു. തെളിവുകൾ മാറ്റലാണ് പിന്നീടുള്ള ജോലി. ഉദയകുമാറിന്റെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ച തോർത്തും മർദ്ദിക്കാൻ ഉപയോഗിച്ച ചൂരലും സ്ഥലത്തു നിന്നും മാറ്റി. സംഭവ ദിവസം വൈകിട്ട് 4 മണിക്ക് ഉദയകുമാറിനെ അറസ്റ്റ് ചെയ്തതായി കാണിച്ച ഒരു വ്യാജ മഹസർ, അതായത് സ്ഥല പരിശോധന റിപ്പോർട്ട് ഉണ്ടാക്കി. ഹെഡ് കോൺസ്റ്റബിൾമാരായ തങ്കമണി, N രാമചന്ദ്രൻ, ഷീജാകുമാരി, സജിത എന്നിവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇതിൽ സാക്ഷികളാക്കിയത്. വ്യാജ അറസ്റ്റും രേഖപ്പെടുത്തി. ഉദയകുമാറിനെ രാത്രി 8 മണിക്ക് സ്റ്റേഷനിൽ എത്തിച്ചെന്ന് വ്യാജ രേഖയുണ്ടാക്കി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടെന്നും പോലീസ് കണ്ടെത്തി ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് പറഞ്ഞത്. അടുത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ സത്യാവസ്ഥകളായിരുന്നു. സത്യം പുറത്തു വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ തെളിവുകൾ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ജനകീയ പ്രതിഷേധവും നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയും ശക്തമായിരുന്നു. ഇതിനെ തുടർന്ന് റവന്യൂ ഡിവിഷൻ ഓഫീസർ RDOയുടെ സാന്നിധ്യത്തിൽ ഉദയകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. 2005 സെപ്റ്റംബർ 30 പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായത്. ഉദയകുമാറിനെ ക്രൂരമായി ഉരുട്ടിക്കൊന്നതെന്ന് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ശരീരത്തിലെ മുറിവുകളും തുടയിലെ രക്തക്കുഴലുകൾ പൊട്ടിയിരുന്നു. തുടയിലെ എല്ലുകളും നെഞ്ചിലെ വാരിയെല്ലുകളും ഉൾപ്പെടെ നിരവധി എല്ലുകൾ മർദ്ദനത്തിൽ പൊട്ടിത്തകർന്നിരുന്നു. ഇത് ഉരുട്ടൽ എന്ന പീഡനമുറയുടെ നേരിട്ടുള്ള തെളിവായിരുന്നു. മർദ്ദനത്തിന്റെ തീവ്രതയും ക്രൂരതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. കേസിന്റെ തുടർന്നുള്ള നിയമ പോരാട്ടവും വിധിയും നിർണായകമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിന്റെ ഗതി ആകെ മാറിമറിഞ്ഞു. വലിയ ജനരോഷവും രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടായതിനെ തുടർന്നാണ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പിന്നീട് അത് CBIക്കായിരുന്നു ആ അന്വേഷണ ചുമതല കൈമാറിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ കേസ് പിന്നീട് CBIക്ക് കൈമാറി.
CBI നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പല ഉദ്യോഗസ്ഥരുടെയും പങ്ക് പുറത്തു വന്നു. തിരുവനന്തപുരം CBI കോടതി വിധി 2018 ജൂലൈയിൽ പുറത്തുവിട്ടു. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2018 ജൂലൈയിൽ തിരുവനന്തപുരം CBI കോടതി കേസിൽ വിധി പ്രസ്താവിച്ചു. ഉദയകുമാറിനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ പോലീസുകാരനായ KG ജിതകുമാർ, SV ശ്രീകുമാർ എന്നിവരെ കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു. മോഷണക്കുറ്റം തെളിയിക്കാൻ വ്യാജരേഖ ചമച്ചതിനും ഗൂഢാലോചനയ്ക്കും അന്നത്തെ ഫോർട്ട് സ്റ്റേഷൻ CI ആയിരുന്ന EK സാബു, SI അജിത് കുമാർ, ASI രവീന്ദ്രൻ നായർ, ഹെഡ് കോൺസ്റ്റബിൾ ഹീരാലാൽ എന്നിവർക്ക് ജീവിതാവസാനം വരെ തടവും വിധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ പ്രതിയായിരുന്ന സോമൻ എന്ന പോലീസുകാരൻ കേസ് നടക്കുന്നതിനിടെ മരണപ്പെടുകയും ചെയ്തു. ഹൈക്കോടതി വിധി 2019 CBI അന്വേഷണത്തിന്റെ ഒരു വഴിത്തിരിവായിരുന്നു. കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. 2019 കേരള ഹൈക്കോടതി CBI കോടതിയുടെ വിധി ശരിവെക്കുകയും കൊലപാതക കുറ്റത്തിന് വധശിക്ഷ വിധിച്ച ജിതകുമാറിന്റെയും ശ്രീകുമാറിന്റെയും ശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു. മറ്റുള്ളവരുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതിയും ശരിവെച്ചു. കേസിന്റെ പ്രാധാന്യവും നിലവിലെ അവസ്ഥയും ഇങ്ങനെയാണ്. ഉദയകുമാർ കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചിത്രത്തിൽ ഒരു നാഴികക്കല്ലായി നിലനിൽക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെ മരണങ്ങൾക്കെതിരെയും അധികാര ദുർവിനിയോഗത്തിനെതിരെയും ശക്തമായ നിയമ നടപടികൾക്ക് ഇത് ഊന്നൽ നൽകി. സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ എത്ര വലിയ പ്രതിബദ്ധതകളെയും മറികടക്കാൻ സാധിക്കുമെന്ന് ഈ കേസ് തെളിയിച്ചു. നിയമം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റങ്ങളോ യൂണിഫോമിന്റെ മറവോ സംരക്ഷണം നൽകിയില്ലെന്നും അവർ ശിക്ഷിക്കപ്പെട്ടുവെന്നുമുള്ളതിന്റെ വ്യക്തമായ സന്ദേശം ഈ കേസ് സമൂഹത്തിന് നൽകി. കേസിലെ പ്രതികൾ തങ്ങൾക്ക് ലഭിച്ച ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ഈ കേസ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമലംഘനങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുകയും കൂടുതൽ സുതാര്യമായ പോലീസ് സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് നീതിയുടെയും മനുഷ്യാവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. പോലീസ് കസ്റ്റഡിയിൽ ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കേസ്. ഭാവിയിൽ ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹവും നിയമവ്യവസ്ഥയും എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.